നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തോസ്. ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന വാർത്ത കോട്ടയം നഴ്സിംഗ് കോളേജിൽ കുട്ടികൾക്കുണ്ടായ പീഡനത്തിൽ അതിന് KPMS നടത്തിയ ഒരു നിൽപ്പ് സമരത്തിന്റെ വാർത്തയാണ് ആദ്യമായി കൊടുക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ കേരള സമൂഹം ഇങ്ങനെ ആയി പോകുന്നത്? കാരണം മയക്കുമരുന്നിനെതിരെ വർഷങ്ങളായി നമ്മുടെ നിയമസഭയിൽ ഭയങ്കര പ്രസ്താവനകൾ നടക്കുന്നു, ഭയങ്കര വാഗ്വാദങ്ങൾ നടക്കുന്നു. ഗവൺമെന്റ് എല്ലാം ഒന്നിച്ചാണ് ഇതിനെതിരായി നീങ്ങുന്നതെന്ന് പറയുന്നു. പക്ഷേ അടുത്ത ഒരു 5 വർഷത്തിനിടയിൽ കേരളത്തിൽ കുടുംബത്തിനകത്ത് പെൺകുട്ടികളും അച്ഛന്മാരും അമ്മമാരും കൗമാര പ്രായക്കാരിൽ നടക്കുന്ന പീഡനം അവരെ ആ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കേരളീയ സാംസ്കാരിക പശ്ചാത്തലം എന്തുകൊണ്ടാണ് വളർന്നു വരുന്നത്? എന്തുകൊണ്ടാണ് ഈ പൊതു ഇടങ്ങൾ നഷ്ടപ്പെടുകയും കുട്ടികൾ ഇങ്ങനെയുള്ളവരുടെ പിടിയിലാകുകയും ചെയ്യുന്നത്? ഇത് പരിഹരിക്കാൻ ഈ സമരം നടത്തുന്ന പ്രതിപക്ഷമാവട്ടെ ഭരണപക്ഷമാവട്ടെ ഒരു പാർട്ടികളും ഒരു സംഘടന, അവർക്കെല്ലാം സാംസ്കാരിക സംഘടനകളുണ്ട്. അവർക്ക് യുവജന സംഘടനയുണ്ട്, എല്ലാ പാർട്ടിക്കും. അവർക്ക് വനിതാ സംഘടനയുണ്ട്, അവർക്ക് മുതിർന്നവരുടെ സംഘടനയുണ്ട്. ഇതിനൊരു പഞ്ഞവും കേരളത്തിലില്ല. പക്ഷെ എവരാരും ക്രിയാത്മകമായി ഗ്രാസ് റൂട്ട് ലെവലിൽ താഴെ തട്ടിൽ ഇത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഒരു ശ്രമം പ്രായോഗിക നടത്താത്ത എന്തുകൊണ്ടാണ്? ഈ ഉഡായിപ്പുകൾ ഇത്തരം സ്ഥാപനങ്ങൾ, ഈ പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് കേരളത്തിന്റെ ഒരു വലിയ ശാപമാണ്. ഇതിന്റെ വാർത്തയൊക്കെ നമുക്ക് എടുക്കാൻ പോകുന്നതിന് സന്തോഷമുണ്ട്. പക്ഷേ സത്യസന്ധമായി നമുക്ക് ഒരു മനസാക്ഷി കുത്തോടു കൂടിയാണ് നമ്മൾ ഈ വാർത്തകളെല്ലാം കൊടുക്കുന്നത്. കാരണം വേറെ നിവൃത്തിയില്ല. പക്ഷെ അവരാരും ആത്മാർത്ഥമല്ല. അവരുടെ ഈ പടങ്ങൾ വരണം, പ്രസ്താവന വരണം, കൊള്ളാം, ഇത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഷെയർ ചെയ്യാം. അതിനപ്പുറം ഈ വേദന അനുഭവിക്കുന്ന കുട്ടിയുടെ വേദന എൻ്റെ കുഞ്ഞിൻ്റെ വേദനയാണെന്ന് അനുഭവപ്പെടുകയും അത് മാറ്റാൻ തീവ്രമായ ശ്രമം വേണമെന്ന് ഈ ഓരോ നേതാവിനും, പ്രാദേശികം മുതൽ അങ്ങേയറ്റം ഇരിക്കുന്ന വലിയ നേതാവിന് വരെ തോന്നുന്ന സമയത്താണ് നമുക്കൊരു മാറ്റം വരുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് നാട്ടുവട്ടത്തിന്റെ പ്രത്യാശ. നമുക്ക് വാർത്തയിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 7,940 രൂപ, പവന് 63,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ടറ. ഫെബ്രുവരി 17 അന്തർദേശീയ എൻ്റെ വഴിദിനം, വേൾഡ് മൈ വേ ഡേ. ഭൂമിയെയല്ല സൂര്യനെയാണ് ഗ്രഹങ്ങൾ ചുറ്റുന്നതെന്ന ആശയം പ്രചരിപ്പിച്ചതിന് ബ്രൂണോയെ റോമിലെ കാമ്പോ ദേ ഫോറി എന്ന നഗരത്തിൽ വെച്ച് പുരോഹിതന്മാർ ചുട്ടുകൊന്ന ദിവസം 1609 ഈ ദാരുണ സംഭവം. സൂയസ് കനാലിലൂടെ ആദ്യത്തെ കപ്പൽ സഞ്ചരിച്ചു. 1867 ഈ സഞ്ചാരം നടന്നത്. വിക്ടോറിയ രാജ്ഞിയുടെ ഭരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. ഇതിന്റെ സ്മാരകമായാണ് VKT ഹാൾ നിർമ്മിച്ചത്. 1887 ഇതിന്റെ നിർമ്മാണം. ആദ്യത്തെ സെൽഫ് സ്റ്റാർട്ട് ഘടിപ്പിച്ച കാഡിലാക് കാർ അമേരിക്കയിലെ ജനറൽ മോട്ടോഴ്സിലെ എഞ്ചിനീയർമാർ പുറത്തിറക്കിയ ദിവസം. ആദ്യത്തെ കളർ ടെലിവിഷൻ പ്രദർശനം ലണ്ടനിൽ നടന്നു. 1938 ഈ പ്രദർശനം. മലയാളത്തിൽ അധ്യാപക കഥകൾ എന്നൊരു സാഹിത്യശാഖയ്ക്ക് തുടക്കം കുറിച്ച അക്ബർ കക്കട്ടിൽ ചരമദിനം. 2015 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. എല്ലാ വർഷവും ഫെബ്രുവരി 17 എൻ്റെ വഴിദിനം. നിങ്ങളുടെ വഴിയിൽ എന്തും പരിശീലിക്കുന്നതിനുള്ള ഔദ്യോഗിക ദിവസമാണിത്. പലരും തങ്ങളുടെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതിനായി കഠിനാധ്വാനം ചെയ്തുമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഭയപ്പെടരുത്. നിങ്ങൾക്ക് വ്യക്തതയുള്ള ആശയങ്ങൾക്കായി നിലകൊള്ളുക. എൻ്റെ വഴിദിനത്തിന്റെ ചരിത്രത്തിലേക്കൊന്ന് നോക്കാം. മൈ വേ ഡേയുടെ ഉത്ഭവം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഭയമില്ലാതെ എന്തും ശരിയായ രീതിയിൽ പിന്തുടരാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. എൻ്റെ വഴിദിനം ഒരു പ്രശസ്ത അമേരിക്കൻ ഭാഷാ ശൈലിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് എൻ്റെ വഴി അല്ലെങ്കിൽ ഹൈവേ എന്ന് അർത്ഥം. ഈ പദപ്രയോഗം 1970 ആരംഭിച്ചതാണ്. ഇതെടുക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക പോലുള്ള ഒരു വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇത് എൻ്റെ വഴി ദിനമാണ്. എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാനുള്ള ഔദ്യോഗിക ദിനമാണിന്ന്. വൈകി ഉറങ്ങുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിക്കുക, ഷവറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം സമയമെടുക്കുക. അടുത്ത 24 മണിക്കൂറിൽ ലോകം നിങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നു. അതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങളെ മറ്റാരും സ്വാധീനിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനാൽ എല്ലാം ചെയ്യുക. എന്നാൽ ആദ്യം അത് നിയമപരമാണെന്ന് ഉറപ്പാക്കുക. ഫെബ്രുവരി 17 ശ്രദ്ധേയമായ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്.
1867 സൂയസ് കനാലിലൂടെ ആദ്യത്തെ കപ്പൽ കടന്നുപോയി. 1933 ന്യൂസ് വീക്ക് മാഗസിൻ അതിന്റെ ആദ്യ ലക്കം പ്രസിദ്ധീകരിച്ചു. 1996 നാസയുടെ ഒരു ബഹിരാകാശ പേടകം ആദ്യമായി ഒരു ഛിന്നഗ്രഹത്തിൽ ഭ്രമണം ചെയ്യുകയും ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ ചരിത്ര മുഹൂർത്തങ്ങളെല്ലാം നടന്നത് ആർക്കെങ്കിലും ഒരു ഉജ്ജ്വലമായ ആശയം ഉണ്ടായിരുന്നതിനാലും അത് അവരുടെ വഴി പിന്തുടരുന്നതിലുമാലുമാണ്. അതിനാൽ ഇന്ന് നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഭയപ്പെടരുത്. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി നിലകൊള്ളുക. എല്ലാം നിങ്ങളുടെ സ്വന്തം വഴി ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ള ആശയങ്ങളെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ ഒരു ദിനം. നഴ്സിംഗ് കോളേജ് ക്രൂരത. KPMS നിൽപ്പ് സമരം നടത്തി. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ പട്ടികജാതി വിദ്യാർത്ഥികളെ അതിക്രൂരമായി റാഗ് ചെയ്ത മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും കോളേജിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യണമെന്നും പട്ടികജാതി അതിക്രമ നിരോധന നിയമം ചുമത്തി തുറങ്കലിലടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് മുളവന പുന്നത്തടത്തിൽ കേരള പുലയർ മഹാസഭ കുണ്ടറ താലൂക്ക് നിൽപ്പ് സമരം നടത്തി. KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ND വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഇളമ്പള്ളൂർ തുളസീധരൻ അധ്യക്ഷത വഹിച്ചു. മധു തെറ്റിച്ചിറ, VK ബാബു, S സുധീർ, K വിജയകുമാർ, അശോകൻ അശ്വതി ഭവനം, സന്തോഷ് തണ്ണിക്കോട്, പ്രഭാകരൻ, സുനിൽ രാജ്, ഓമനക്കുട്ടൻ കാഞ്ഞാവളി, രാജേഷ് പുനർജനി, ദിവാകരൻ എന്നിവർ പങ്കെടുത്തു. സംഭവം മാത്രമല്ല, ഇന്ന് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ പട്ടികജാതിക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ സമീപകാല സംഭവ വികാസങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ പത്തനംതിട്ടയിൽ നടന്നതും അതുപോലെ കോട്ടയത്ത് തിരുവനന്തപുരത്ത് വന്ന് പഠിച്ച മറ്റൊരു കുട്ടി പത്തനംതിട്ടയിൽ ആത്മഹത്യ ചെയ്ത സംഭവം ഉൾപ്പെടെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ പട്ടികജാതി വിദ്യാർത്ഥികളെ അവർക്ക് ഒരിക്കലും ഈ സമൂഹത്തിൽ ഒരു വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത രീതിയിൽ, പ്രത്യേകിച്ചും ഉന്നത മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വളരെ ബോധപൂർവം ആ വിദ്യാഭ്യാസ പഠനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം ഏതോ ശക്തികൾ ചെയ്യുന്ന ചില പ്രവൃത്തികളായിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. മാത്രവുമല്ല, പട്ടികജാതിക്കാർക്ക് നേരെ ആർക്കും എന്ത് ചെയ്യാമെന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിൻ്റെ ലക്ഷണമാണല്ലോ പത്തനംതിട്ടയിൽ ഒരു പോലീസ് SI അദ്ദേഹം അവസാനം പറഞ്ഞതെന്താ, കറുത്തതാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർ അവിടെ പ്രശ്നക്കാരെന്ന് തോന്നി തല്ലിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ തൊലി കറുത്തുപോയി എന്നതിൻ്റെ പേര് സ്വാഗത സംഘം രൂപവത്കരിച്ചു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളന സ്വാഗത സംഘം രൂപവത്കരിച്ചു. മെഷീൻ എക്സിബിഷൻ, മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയ വിവിധ പരിപാടികളോടുകൂടി ഏപ്രിൽ 27 കുണ്ടറ SNDP ഹാളിലാണ് സമ്മേളനം. സ്വാഗത സംഘ യോഗത്തിൽ കുണ്ടറ മേഖലാ കമ്മിറ്റി രൂപവത്കരണവും നടന്നു. ഭാരവാഹികൾ ഷൈൻ കുണ്ടറ, പ്രസിഡന്റ് നിസാം കലാം, സെക്രട്ടറി രഞ്ജു, ട്രഷറർ. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച തെങ്ങുവിള പള്ളിമുക്ക് പറങ്കിമാവിള റോഡ് PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ റെജി കല്ലമ്പിള അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ST അഭിലാഷ്, UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം, മണ്ഡലം പ്രസിഡന്റ് പെരുമ്പുഴ ഗോവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാം വർഗീസ്, അനീജി ലൂക്കോസ്, വിളവീട്ടിൽ മുരളി, മത്തായി പണിക്കർ, തോമസ് മത്തായി, CD ജോൺ, PM ഷാജി, കോശി, CV ഇടിക്കുള തുടങ്ങിയവർ സംസാരിച്ചു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. 2025 നടന്നു.
കുമ്പളം സെന്റ് മൈക്കിൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനം ധ്വനി 2025 PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ മാനേജർ ഫാദർ മേരി ജോൺ അധ്യക്ഷത വഹിച്ചു. VHSS രജത ജൂബിലി ഫാദർ ബിനു തോമസ് ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്നവരെ പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര ആദരിച്ചു. ബാൻഡ് ഡൂപ്പറിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ അലക്സ് നിർവഹിച്ചു. പ്രിൻസിപ്പാൾ F. സാലറ്റ് റീത്ത, ഹെഡ്മാസ്റ്റർ അജിത് റോയ്, വിനോദ് പാപ്പച്ചൻ, ആലീസ് ഷാജി, പാർവതി ജയൻ, A. സിൽവൻ, സരോജ സക്കറിയ, കുമാരി S. നിമിഷ, ഷേർലി ജോയി, A. സെബാസ്റ്റ്യൻ, A. പയസ് എന്നിവർ സംസാരിച്ചു. പടപ്പക്കര പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണം CPI. പടപ്പക്കര പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്ന് CPI പടപ്പക്കര നോർത്ത് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗം A. ഗ്രേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. J. ഗിഫ്റ്റി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പേരയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോണി V. പള്ളം രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജോൺ വിൻസെന്റ്, E. ഫ്രാൻസിസ്, M. ക്രിസ്റ്റഫർ, അരീന റോസ്, സൈജു എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിയായി സൈജു ഫ്രാൻസിസിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി തങ്കച്ചനെയും തെരഞ്ഞെടുത്തു. താമരയും സൂര്യനും കാമുകി കാമുകന്മാരാണെന്ന് സാഹിത്യകാരന്മാർ പല കാലങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സാഹിത്യകാരന്മാർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അവർക്കൊരു കാരണമുണ്ടാകും. അവരുടെ നിരീക്ഷണങ്ങളും ചിന്തകളുമാണത്. സാഹിത്യകാരന്മാരല്ല നമ്മൾ പലരുമെങ്കിലും സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിരിയുകയും അസ്തമിക്കുമ്പോൾ താമര കൂവുകയും ചെയ്യും. ഇതാകാം സാഹിത്യകാരന്മാരെ സൂര്യനെയും താമരയും കാമുകി കാമുകന്മാരാക്കാൻ പ്രേരിപ്പിച്ചത്. ഏതായാലും സൂര്യൻ ഉദിക്കുമ്പോൾ വിടർന്ന് പുഞ്ചിരി തൂകുന്ന താമര സൂര്യൻ അസ്തമിക്കുമ്പോൾ കൂമ്പുന്നത് കാണാം. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? ചില പ്രത്യേക ഉത്തേജനങ്ങൾക്ക് വിധേയമാകുമ്പോൾ താമര ഇതളിലെ കോശങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത്തരം മാറ്റങ്ങൾ താമരയിൽ മാത്രമല്ല പല ചെടികളിലും കാണാം. ഉത്തേജനങ്ങൾ ആന്തരികമോ ബാഹ്യമോ ആകാം. താമരയുടെ കാര്യത്തിൽ അത് ബാഹ്യമാണ്. ഇവിടെ സൂര്യപ്രകാശമാണ് ഉത്തേജനമുണ്ടാക്കുന്നത്. ഉദയാസ്തമയങ്ങൾക്ക് അനുസൃതമായി നടക്കുന്ന ഇത്തരം മാറ്റങ്ങൾക്ക് നിദ്രാചലനം അല്ലെങ്കിൽ നൈക്ടനാസ്റ്റി എന്നാണ് പറയുന്നത്. താമര വിരിയുന്നത് സൂര്യപ്രകാശം പതിക്കുമ്പോഴാണല്ലോ. കൂമ്പുന്നതാകട്ടെ സൂര്യപ്രകാശം ഇല്ലാതാകുമ്പോഴും. അപ്പോൾ താമരയുടെ വിടരലിനെയും കൂമ്പലിനെയും ഉത്തേജിപ്പിക്കുന്നത് സൂര്യപ്രകാശമാണെന്ന് വ്യക്തം. ഇങ്ങനെ പ്രകാശം ഉത്തേജിപ്പിക്കുന്നതിന്റെ ഫലമുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഫോട്ടോനാസ്റ്റിക് മാറ്റങ്ങൾ എന്നാണ് പറയുന്നത്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ താമരപ്പൂവിന്റെ ഇതളിന്റെ അകത്തുള്ള കോശപാളികൾ വികസിക്കുന്നു. ഇതിന്റെ ഫലമായി പൂവിതളിന്റെ വക്രത കൂടുന്നു. പൂ വിരിയുന്നു. സന്ധ്യയാവുമ്പോൾ കോശപാളികൾ വീണ്ടും വികസിക്കുന്നു. പക്ഷേ ഇത്തവണ നേരത്തെ വികസിച്ചതിന്റെ എതിർദിശയിലാണ് വികാസം. കാരണം ഈ വികാസം ചുറ്റുമുള്ള കോശങ്ങളിൽ നിന്നും ജലം ആഗിരണം ചെയ്യുന്നു. ഇതിന്റെ ഫലമായി വക്രത കൂടുകയും പൂ കൂമ്പുകയും ചെയ്യുന്നു. അനുസ്മരണം ടെലിഫിലിം പ്രദർശനവും സംഘടിപ്പിച്ചു. ചെറുമൂട് നവധാര ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ജ്ഞാനപീഠം ജേതാക്കളായ MT വാസുദേവൻ നായർ, OHB കുറുപ്പ് എന്നിവരുടെയും ഭാവഗായൻ P. ജയചന്ദ്രന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. ഡൽഹി റിപ്പബ്ലിക് ദിന പരേഡിൽ സ്പെഷ്യൽ ഗസ്റ്റായി ക്ഷണം ലഭിച്ച ഡോക്ടർ നിമിഷ, താലൂക്ക് തല വായനാ മത്സര വിജയികളായ MP മധുലാൽ, കീർത്തന മോഹൻ, താലൂക്ക് തല ബാലോത്സവ വിജയികളായ നിരുപമ, അദ്വൈത് എന്നിവരെ അനുമോദിച്ചു. ഭിന്നശേഷി കമ്മീഷണറേറ്റ് നിർമ്മിച്ച് ധനകാര്യ സെക്രട്ടേറിയറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി സന്തോഷ് മാധവം സംവിധാനം ചെയ്ത ടെലിഫിലിം പ്രദർശനവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B. ദിനേശ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി B. ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് C. ശിവശങ്കരപിള്ള, G. സോമശേഖരൻപിള്ള, R. ഹരി, D. അജയൻ, കലേഷ് എന്നിവർ സംസാരിച്ചു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 14 ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ ഗർഭപാത്രം വരെയുള്ള സിനിമകളാണ് യൂട്യൂബിലുള്ളത്. ഇതിപ്പോൾ ഞാൻ വാർത്ത തുടങ്ങുമ്പോൾ പറഞ്ഞ അതേ പശ്ചാത്തലത്തിലാണ് ഞങ്ങളുടെ സിനിമകളും ഉള്ളത്. നമുക്കറിയാവുന്ന ഞങ്ങളുടെ ഇതുവരെയുള്ള സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം ഞങ്ങൾക്ക് തൊട്ടറിയാവുന്നവരാണ്. അതിൽ നമ്മൾ കാണിക്കുന്ന ബാല്യങ്ങളും ബാക്കിയെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ പോലും അറിയാതെ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ശൈഥില്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ വളരെ സേഫായി എന്ന് വിചാരിക്കുന്ന കുടുംബങ്ങൾ പോലും നാളെ ഒരു ബോംബാകാം. നിങ്ങളുടെ ആ സിനിമകൾ കാണുക. അതിൽ നിങ്ങൾ കഥാപാത്രമാണ്,
അതിലേതെങ്കിലും കഥാപാത്രമായിട്ട് നിങ്ങൾക്കൊരു സാമ്യം തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ സമയമുണ്ട്, നിങ്ങൾക്ക് മാറാൻ സമയമുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഞങ്ങളുടെ ഓരോ സിനിമയും നിങ്ങൾ കാണുകയും ആ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയും അത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.